അല്ലടിയാ കോപ്പി ചെയ്ത് മതിയല്ലോ അല്ലേ? നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ. ഓക്കെ അല്ലേ? കോപ്പിയൊക്കെ ഓക്കെ. അതെ, എന്തായാലും ഈ കോപ്പി വെച്ചിട്ട് 1,00,000 ഒന്ന് തരാന്ന് പറഞ്ഞല്ലോ. അത് നീ ഒരു 1.5 വാങ്ങിച്ച കളിയാ. ഇതാണ് ആർത്തി എന്ന് പറയുന്നത്. എൻ്റെ അളിയ ഈ കാലഘട്ടത്തിൽ ഇപ്പോഴും ആൾക്കാർ ഒറിജിനൽ പ്രമാണം രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ടാണ് പൈസ മേടിക്കുന്നത്. പിന്നെ ഈ കോപ്പി വെച്ചുകൊണ്ട് പൈസ തരാമെന്ന് പറഞ്ഞു വെച്ചാൽ ഞാനും അയാളോട്ടുള്ള ബന്ധം വെച്ചിട്ടാണ്. ഉടനെ അത് ഒന്ന് എങ്ങനെയെങ്കിലും സെറ്റ് ചെയ്ത് വെച്ച് ഒന്നരയാക്ക്. നീ അയാളായിട്ട് ഭയങ്കര ബന്ധമെന്ന് പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞത് ഇനിയിപ്പോൾ ഒന്നെങ്കിൽ ഒന്ന് മതി, എനിക്ക് അത്യാവശ്യമുണ്ട്. പക്ഷേ അളിയ ഈ കാശ് തരുന്ന അണ്ണാച്ചിക്ക് ഒരു കണ്ടീഷൻ ഉണ്ട്. അയാൾ പറഞ്ഞ കണ്ടീഷനല്ലേ പ്രമാണത്തിന്റെ കോപ്പി വേണമെന്ന്. അത് ഞാൻ ഒപ്പിച്ചില്ല. ഇനി എന്തോ കണ്ടീഷൻ അളിയാ? അതല്ല അളിയ, ഈ വസ്തുവും വീടും അണ്ണാച്ചി കാണണം. എന്തിന്? ഈ പ്രമാണത്തിലുള്ള വസ്തുവും വീടും അണ്ണാച്ചി കാണണം. കണ്ടിട്ടേ അണ്ണാച്ചി പൈസ തരത്തുള്ളൂ. എടേ ഇതൊരുമാതിരത്തെ വല്ലാത്ത ഇടപാട് തന്നെ. അതെന്താണ്? എൻ്റെ അളി അയാൾക്ക് പണി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണത്. നമ്മൾ പൈസ വാങ്ങിച്ച് കൊടുത്തില്ലെങ്കിലോ? നമ്മളെ തിരക്കി വരാൻ വീടെങ്കിലും അറിഞ്ഞിരിക്കണ്ടേ? ഓ അതിപ്പോൾ നമ്മൾ കള്ളപ്പുള്ളികളൊന്നും അല്ലല്ലോ. നമ്മൾ പൈസ വാങ്ങിച്ചാൽ തിരിച്ച് കൊടുക്കുമല്ലോ. അളെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. പൈസ തരുന്നതിന് പൈസ തരുന്നതായ കണ്ടീഷൻസ് ഉണ്ട്. അയാൾ ഈ വീടും വസ്തുവും കാണണമെന്ന് പറഞ്ഞ് ഇത്ര പിടിവാശി പിടിക്കേണ്ട കാര്യം തോന്നുന്നു. പക്ഷേ എൻ്റെ അളി അത് അയാൾക്ക് പണി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തോന്ന് പണി? പക്ഷെ അതുകൊണ്ടല്ലേ അയാൾ നമ്മുടെ ഈ യഥാർത്ഥ വസ്തുവിൻ്റെ ഓണറുടെ മുന്നിൽ വെച്ച് പൈസ തരുന്നത് നമുക്ക്. അയാൾക്ക് പണി കിട്ടത്തില്ല. അപ്പം അയാൾക്ക് വീടറിയാമല്ലോ. വീടിന്റെ യഥാർത്ഥ ഉടമസ്ഥന്റെ മുന്നിൽ വെച്ച് പൈസ തരുള്ളൂ അല്ലേ? നടന്നത് തന്നെ അളിയാ. എന്ത്? ആ ഹവിൽദാരെ തോക്ക് അവിടെ ഇരിപ്പുണ്ട്. ആ തള്ള അതെടുത്ത് എന്റെ നെഞ്ചത്തോട്ട് വെടിവെച്ച് തരും. എടേ ഇതൊന്നും നിനക്ക് നീ ഒരു കാര്യം ചെയ്യും, ഈ കേസങ്ങ് വിട്ടുകള. പൈസയും വേണം, എല്ലാ കാര്യവും നടക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയായി. പിന്നല്ല നീ ഇത്രയും വ്യവസ്ഥകളൊക്കെ ഉണ്ടെന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ. ഇതിന്റെ കോപ്പി കിട്ടിയാൽ ഞാൻ പൈസ വാങ്ങിച്ചു തരാന്നല്ലേ പറഞ്ഞു? വ്യവസ്ഥകളല്ലേ ഞാൻ പറയുന്നത്. ഇപ്പം ഞാൻ എന്തോ ചെയ്യുമെന്ന് ആലോചിച്ചിട്ട്. എടാ നീ ഒരു കാര്യം ചെയ്യടേ, ഒരു ദിവസത്തേക്ക് അവരെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഞാൻ ആ ദിവസം അണ്ണാച്ചി അവിടെ കൊണ്ടുതരാം. പോരെ? എടാ അളിയാ, കനകൻ ഓഫീസിൽ പോയി കഴിഞ്ഞാലും അമ്മയും ജമന്തി അവിടെ കാണൂലേ? അവരെങ്ങനെ ഒഴിവാക്കും? എടാ അളിയ അതിനാണ് പറയുന്നത്, ഇവരെ എല്ലാവരെയും കൂടെ ഒരു ദിവസം ഒഴിവാക്കാനുള്ള എന്തെങ്കിലും ഒരു ബുദ്ധി ആലോചിക്കും. നിനക്ക് ഒരുപാട് കുരുട്ടി ബുദ്ധിയുള്ള ആളല്ലേ, ഒന്ന് ചിന്തിച്ചു നോക്ക്. ഒഴിവാക്കിയാൽ ആ ദിവസം ഞാൻ അണ്ണാച്ചിയെ അവിടെ കൊണ്ടുവന്നിരിക്കും. പൈസ 1,00,000 അങ്ങോട്ട് വാങ്ങിച്ച് കൈ തന്നിരിക്കും. പോരെ? അപ്പോൾ യഥാർത്ഥ അവകാശം എവിടെയെന്ന് വെച്ചാൽ ആശുപത്രി അതൊക്കെ നമുക്ക് പറയാം അല്ലേ? പിന്നല്ല മേട്ടാളിയാ നമുക്ക്. വീടും സ്ഥലവും ഒന്ന് കാണണം, അതായിരിക്കുമല്ലോ. അത്രേ ഉള്ളൂ. അപ്പോൾ ഓരോന്ന് ഒഴിവാക്കണം അല്ലേ? നീ എന്തെങ്കിലും ആലോചിക്കും. വഴിയുണ്ട്. കിട്ടിയാ? വഴിയുണ്ടെന്ന് എന്തെങ്കിലും കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കും. ആലോചിക്കാം. ഹൃദയം തകർന്നു. അളിയാ ഇന്ന് തന്നാ പോയില്ലേ? സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം കേട്ടാ. തെണ്ടിയെന്ന് നീ എന്നെ വിളിക്കണ്ട, നീ വേറെ ആരുണ്ടോ ഇപ്പൊ വിളിക്കുക കേട്ടാ. ഞാൻ തെണ്ടി തന്നെയാണ് വിളിച്ചത്. പിന്നെ നീ എന്താണ് ചോദിച്ചത്? അല്ല തെണ്ടാൻ പോകുന്നില്ലെന്ന് ചോദിച്ചു. നീ തെണ്ടാൻ പോകുന്നില്ലേ എന്ന് ചോദിച്ചെന്റെ ഉദ്ദേശം എന്നെ തെണ്ടിന്ന് വിളിക്കാനല്ലേ? അല്ലേ? അങ്ങനെയാണ്. പാട്ട് പാടുന്നതിന് നീ എന്തോ വിളിക്കും? പാട്ടുകാരൻ ആണല്ലോ. പാചകം ചെയ്യുന്നതിന് നീ എന്തോ വിളിക്കും? പാചകക്കാരൻ. അപ്പൊ പിന്നെ നീ എന്നെ അങ്ങനെ ഉദ്ദേശിച്ചല്ലേ വിളിച്ചത്? അതെ. ഈ കളിക്കരുത്. അല്ല നിനക്കൊന്ന് കക്കാനും മോഷ്ടിക്കാനൊന്നും പോണ്ടേ? ആര് കക്കാൻ പോണു? നീ എന്നെ? ഞാൻ മോഷ്ടാവാ? എടാ കക്കയെ മോഷ്ടിക്കാൻ കള്ളനെ വിളിക്കുന്നത് ആണല്ലോ. ഞാൻ KCB ലൈൻമാൻ ആണ്, ഉദ്യോഗസ്ഥനാണ്, സർക്കാർ ഉദ്യോഗസ്ഥൻ. ഒപ്പം നീ അവിടുന്ന് ട്രാൻസ്ഫോമറും കമ്പിയും കോപ്പറും ഒക്കെ മോഷ്ടിക്കണല്ലേ? അപ്പൊ നീ കള്ളം തന്നെ. അനാവശ്യം പറയരുത്. ഇപ്പൊ നിനക്ക് വേദനിച്ചു. അധ്വാനം ജോലി ചെയ്തൊരു ചെറുപ്പക്കാരൻ. അത് തന്നെടാ എല്ലാവർക്കും നോവും. അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കുമ്പോ പിന്നെ രണ്ടും കൂടി തുടങ്ങിയോ? നേരം വെളുത്തുള്ളൂ. എന്ത് 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 എന്തിവിടെ പരിപാടി? ഞങ്ങള് കൊച്ചു വർത്താനം പറഞ്ഞതാ. വലിയ വർത്താനാണല്ലോ കേട്ടത്. അത് നിനക്ക് എന്താ കുഴപ്പം? ഇവക്ക് വേറെ ഇവിടെ ആണുങ്ങൾ തമ്മിലൊന്നും മിണ്ടിയും പറഞ്ഞു ഇരിക്കാനും സമ്മതിക്കില്ല. പോ നീ നിന്റെ ജോലിയൊക്കെ പോ. നിങ്ങൾ അകത്തോട്ട് കയറിപ്പോ. നിങ്ങളെ കണ്ട ആർക്കും എന്തെങ്കിലും പറയാൻ തോന്നും. ഓ എന്തായി അമ്മയും അവളൊന്നും വരുവോ? 2 ദിവസം കഴിയും. ആണോ? അമ്മാവന് ഇച്ചിരി വലിവ് കൂടി. അപ്പൊ ഇനിയിപ്പോ എവിടെ കാണുമ്പോ കുറച്ച് സമാനാവുമല്ലോ. അമ്മയും ജമന്തി ഇല്ല ഇവിടെ? ഇല്ല, 2 ദിവസം കഴിയും വരാനായിട്ട്. 2 ദിവസം കഴിയും. എന്നാ നിനക്കൊന്ന് പോവായിരുന്നില്ലേ? ഞാൻ പോയി. എനിക്ക് വയ്യടി. രാവിലെ എന്തോ ഒരു പുറമ്പേന. പോവാൻ നോക്ക്. അയാൾ വലിച്ചു കിടക്കണം. ഇനി അവസാനം കണ്ണടഞ്ഞു പോയിട്ട് പിന്നെ കാണണമെന്ന് പറയാൻ അവിടെ പോയി കരഞ്ഞിട്ട് കാര്യമില്ല. ഒന്ന് പോയി കാണാ. ഇല്ലല്ലേ ഒരു മേലുവേനടാ കയറുമ്പോ ഞാൻ വിചാരിച്ചു 2 ദിവസം ലീവ് എടുത്തിരിക്കാന്ന് വിചാരിച്ചിരിക്കുക. ഓരോരുത്തർ ലീവ് എടുക്കണം എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ. നീ ഇങ്ങനെ വെറുതെ ലീവ് എടുത്ത് മടിയനായി പോവാ. വയ്യെങ്കിലല്ലേ മേളിലേക്ക് കയറേണ്ട കളിയാ. അമ്മാവനെ പോയി ഒന്ന് കാണു. നീ ഒന്ന് പോയിട്ട് വാ.
അത് നടക്കൂലല്ലേ? ഞാൻ നോക്കട്ടെ, കൂടാണെങ്കിൽ പോവാം, അല്ല ഇപ്പൊ വേറെ മാർഗം. ശങ്കര ശിവ ശങ്കര ശിവ ശങ്കര ശിവ ശങ്കര നന്ദികേശ വാഹന ഇന്ദുചൂട മോഹന. തിങ്കളാഴ്ച അല്ലടാ, അപ്പൊ രാവിലെ ഒന്ന് അമ്പലത്തിൽ പോയി. നന്നായി. അതെ, ഈ തിങ്കളാഴ്ച വ്രതം നോക്കണത് സ്ത്രീകളാണെന്നാണ് എൻ്റെ അറിവ്. അമ്മാവൻ ഇനിയിപ്പോൾ പെണ്ണ് കിട്ടുമെന്ന് പറഞ്ഞ് നോക്കിയാൽ ആ പ്രതീക്ഷയൊന്നും വേണ്ട കേട്ടോ. എടാ, പ്രതീക്ഷയാണ് ഒരു മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത്. പ്രതീക്ഷ നഷ്ടപ്പെട്ടവരാണ് ആത്മഹത്യക്ക് ശ്രമിക്കുന്നത്. 937ാമത്തെ പ്രാവശ്യമാണ് ഈ തത്വം പറയണത്. ഇനി ഇത് പറയരുത്, കേൾക്കാനുള്ള ക്ഷമ എനിക്കില്ല. അല്ല, പറയാതിരിക്കണ നല്ലത്. എന്ത് പറഞ്ഞാലും നീ നേരാവില്ല. അതെ, രാവിലെ അമ്പലത്തിൽ പോണ വഴിക്കേ കുറുകൊരു പാമ്പാട് ചാടി. പാമ്പാണോ ചേരയാണെന്ന് അറിയില്ല. നമ്മുടെ തറവാട് പൊളിച്ചു നീക്കിയപ്പോ ഇവിടെ ഒരു സർപ്പക്കാവ് ഉണ്ടായിരുന്നു, പൊളിച്ചു നീക്കിയതാണല്ലോ. അതിന്റെ ദോഷങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ എന്ത് കാട്ടി, പോയ വഴിക്ക് പാമ്പിനെ 100 പാല് കൊണ്ട് നേർന്നു. കിട്ടി കിട്ടി. എന്ത് മുദ്രാവാക്യം കിട്ടി. ഞാനേ സമരത്തിനുള്ള ഒരു മുദ്രാവാക്യം ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് പെട്ടെന്നൊരു സാധനം കിട്ടി. നല്ല സാധനം കിട്ടി. തങ്കം, എന്റെ വെള്ളം എടുത്ത് ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരട്ടെ. പോകുമ്പോ അതുവഴി അങ്ങ് പോളിയാ. എന്നിട്ട് പാല വഴി ചുറ്റി എരുമേലി വഴി കറങ്ങി മൂന്നാർ വഴി ഇറങ്ങി. ഇപ്പൊ ഇതിന് മറുപടി പറയാനുള്ള സമയം എനിക്കില്ല. കുറെ കാര്യങ്ങൾ എനിക്ക് ചെയ്തു തീർക്കാനുണ്ട്. ചെയ്തോ, എനിക്കിട്ട് പണിയായിരുന്നു അത്. ചായ വെച്ച് വെച്ചിട്ടുണ്ടാ? എന്താ ചായ വെച്ച് വെച്ചിട്ടുണ്ടാ? ഞാൻ സ്വപ്നം കാണും അമ്മാവൻ വരും എന്നുള്ളത്. എന്തായാലും നിനക്ക് ഉണ്ടാക്കണ്ടേ? ഉണ്ടോ? ഞാൻ ഉണ്ടാക്കി കുടിച്ചു. ഇനി അമ്മാവന് വേണമെങ്കിൽ ഞാൻ തരാം. അതിനെ കുറിച്ച് അങ്ങോട്ട് ഉറപ്പിക്കാറായില്ല. സംഭവം അതൊരു പഴയ കഥയാണേ. നമ്മുടെ ഈ ഹവീൽദാറിന്റെ തറവാടില് ഒരു സർപ്പക്കാവ് ഉണ്ടായിരുന്നു. അപ്പം പഴയ ടീമുകൾ അതിനെ നല്ല രീതിയിൽ പൂജയൊക്കെ ചെയ്ത് സമയാസമയം കൃത്യമായിട്ടൊക്കെ അത് നടത്തിക്കൊണ്ട് പോയപ്പോൾ പുതിയ തലമുറ ഇങ്ങോട്ട് വന്ന് എന്ത് ചെയ്ത് അതിനെ അങ്ങ് പൊളിച്ചു മാറ്റി. പൊളിച്ചു മാറ്റിയപ്പോൾ എന്തോ ഉണ്ടായി. നാളെ അന്ന് കുറെ സെഞ്ചുറി അടിക്കാനിരുന്ന കളവന്മാരെയൊക്കെ ഈ പാമ്പ് കടിയേറ്റ് മരിച്ചു. അപ്പോൾ അത് ഉടനെ പറഞ്ഞു വരുത്തി അത് ദോഷമാണ്, അത് സർപ്പക്കാവ് പൊളിച്ചതിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, മറ്റേ മണ്ണാറശാലയിലോ പിന്നെ വെട്ടിക്കോട്ടോ പോയി നേർച്ച ചെയ്യണോ. അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസം ഇപ്പം എല്ലാവരുടെയും ഉള്ളിലുണ്ട്. മനസ്സിലായില്ലേ? ഇതൊക്കെ നടക്കണമെങ്കിൽ വീടിന്റെ പരിസരത്ത് പാമ്പിനെ കണ്ടാലേ നടക്കൂലയാ. പാമ്പ് വരും, വന്നില്ലെങ്കിൽ ഞാൻ പാമ്പാവും. അതൊക്കെ ഉണ്ട് നടരായ. എല്ലാം അങ്ങനെ അങ്ങ് പറഞ്ഞുതരാൻ പറ്റൂല. അതൊക്കെ സമയമാകുമ്പോൾ ഞാൻ ഓരോന്ന് ചെയ്യും. അപ്പം അങ്ങ് കണ്ടാൽ മതി കേട്ടോ. അല്ലേ? എങ്കിൽ പിന്നെ നാളെ അണ്ണാച്ചി എടുത്ത് പൈസ ആയിട്ട് അങ്ങ് വീട്ടിൽ വരാൻ പറയാം. അതിനുള്ള സമയമായില്ല, ഇച്ചിരിയുടെ സമയം വേണം. ആദ്യം ഞാൻ ഈ കനകനെയും ടീമിനെയും മണ്ണാറശാലയിലേക്ക് ഒന്ന് പറഞ്ഞു വിടട്ടെ. അത് കഴിഞ്ഞ് നീ അണ്ണാച്ചിയെ വരാൻ പറ. മതിയല്ലോ? മതി, ഒരു അല്പസമയം. ഓക്കെ ഓക്കെ, ശരി, ഓക്കെ. പാമ്പ് 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 കറയാ അളിയാ അളിയാ പാമ്പ് പാമ്പ് തങ്ക പാമ്പ് പാമ്പ് ഓടുക ഓടുക പാമ്പ് പാമ്പ് അളിയാ തങ്ക പാമ്പ് പാമ്പ് എവിടെ പാമ്പ് ഇതിലെ വന്ന് അതിനകത്ത് ഇങ്ങനെ കയറി ഇതിനെ അതിനകത്ത് കയറി ആ ജനലിൽ അവിടെ കയറി അവിടെ അതിനകത്ത് കയറി അതിനകത്ത് കയറി ഇത്ര ഒരു മൂർക്കൈ മൂർക്കനാ ഇങ്ങനെ വന്നത് ഈ മതിലിന്റെ അവിടെ ഇങ്ങനെ ചാടി എന്റെ മുമ്പിൽ കൂടെ ഞാൻ ഇതുവഴി ഇങ്ങനെ ഇഴഞ്ഞു വന്ന് അടയാളം 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 ഇഴഞ്ഞു വന്നതിന്റെ അടയാളം ഇവിടെ ഇങ്ങനെ വരണുണ്ട്. പിന്നെ ഇങ്ങനെ മേളിലോട്ട് കയറി ഇതിനകത്ത് കയറി ഇങ്ങോട്ട് കൊടുക്കണ്ട ഇങ്ങോട്ട് അതിനകത്തോട്ട് പിന്നെ ചെന്ന് നോക്കാണ്ട് റൂമിനകത്ത് കയറി റൂമിനകത്ത് കയറി എന്തോ ദോഷാണ് ഈ കുടുംബത്തിൽ ആകെ ദോഷാണ്. തെളിവാണ് കാണിച്ചു തന്നത് ഭഗവാൻ. ഇന്ന് രാവിലെ എന്റെ മുമ്പിൽ പാമ്പിനെ കാണിച്ചു തന്നുള്ളൂ. അതിനെങ്ങനെയാ ഇവ മറ്റേ മണ്ണാർശാലയിലോട്ട് 100 പാലും നേരാന്ന് ആര് നേർന്നാണെങ്കിലും നടത്തി കൊടുക്കണ്ടേത്? എന്റെ കനക, ഇത് നടക്കണ കാര്യങ്ങളല്ലേ പ്രാർത്ഥിക്കാവൂ. ദൈവത്തോടെ കളി.
ഇത് സത്യമായിട്ടും ഒരു ഭയങ്കര വലിയ പാമ്പാ മൂർഖൻ. ആ. എന്റെ പൊന്നു ഒന്നും നോക്കണ്ട ഇനി ഒന്നും നോക്കണ്ട. ഇന്ന് തന്നെ നമുക്ക് മണ്ണാറശാലയിൽ പോവാം. അല്ല ഇന്ന് അയ്യോ, വെറുതെ കളിക്കരുത്. എന്തെങ്കിലും നേരത്തെ ഉണ്ടെങ്കിൽ നോക്ക് കളിയല്ല ഇത്, കളിയല്ല. വീട്ടിനകത്ത് തന്നെ പാമ്പിനെ തള്ളിക്കളയാ. കനക നീ കളിക്കില്ല, ആദ്യം മണ്ണാർശാലയ്ക്ക് പോവാ. മണ്ണാറശാല പോവാന്ന് ഇത് വീട്ടിനകത്തല്ലേ പാമ്പ് ഇരിക്കുന്നത്. നീ ഉരുണ്ട് കളിക്കണ്ട. എന്ത് ചെലവ് വന്നാലും മാമനെ ഏറ്റു നമ്മൾ മണ്ണാറശാലയ്ക്ക് പോകണം. പോകാം. നേരെ കഴിയുമ്പോൾ പാമ്പ് തന്നെ ഇറങ്ങി പൊക്കോളും. ഇനിയിപ്പോ ഇവിടെ നേരെ മണ്ണാറശാലയ്ക്ക് പോരാ. ഒന്ന് പോവാൻ നോക്ക്. അവളല്ലേ നേരത്തെ അവള് വരണ്ടേ. നീ അവളെ അവിടെ വിളിച്ചോണ്ട് എടി പാമ്പിനെ ആദ്യം എടുത്ത് വെളിയിടാം. വെളി മണ്ടത്തരം കാണിക്കല്ലേ, വിഷമുള്ള പാമ്പാണ് മൂർഖൻ. അതിനകത്തിടാൻ പറ്റില്ലല്ലോ. എന്ത് പാമ്പാ ഇത്? അണലി. നീ നേരത്തെ മൂർഖനല്ലേ പറഞ്ഞത്? അളിയാ മൂർഖനോ അണലിയോ എന്തായാലും വിഷമുള്ള പാമ്പാ. നീ ഇങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞ ഇവിടെ അളിയാ അതിന് ഞാൻ ക്ലീറ്റന് പാമ്പ് തോന്നിയതാണോ? ചുമ്മാ കളിക്കല്ലേ. ഞാൻ ഇത് നടന്നു വരും, എന്റെ മുമ്പിൽ കൂടെ പാമ്പ് പോയി എന്ന് പറയുമ്പോ തോന്നല. അമ്മാവ ഇവിടെ വാ അമ്മാവാ. അല്ല അത് ഇങ്ങനെ വെച്ചോണ്ടിരുന്നാ പറ്റില്ല. ഇപ്പൊ എന്താ ചെയ്യപ്പോ? അതെ, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ മണ്ണാറശാലയിൽ പൊക്കോ. പാമ്പിന്റെ കാര്യം ഞാനും എന്റെ അടികൾ നോക്കിക്കോളാം. എന്ത് സെക്രട്ടറി എന്റെ അടിയെ അതല്ല ഫോൺ എടുക്കട്ടെ. ഞാൻ ഫോൺ എടുക്കുന്നത് എടാ നീ എന്നെ അകത്ത് കയറി എടുക്കണോ? ഞാൻ അകത്ത് കയറുന്നില്ലത്. അതൊക്കെ പറ പാമ്പ് ഞാൻ അകത്ത് കയറുന്നില്ല. നമ്മുടെ ട്രാൻസ്ഫോമർ നോക്കി എടുക്കണേ. തീർന്നു അതല്ല ഇത് കഴിഞ്ഞ ദിവസം നമ്മുടെ അവിടുത്തെ ട്രാൻസ്ഫോമറിനകത്ത് ഒരു പാമ്പ് കയറിയിരുന്നു. അപ്പൊ ആ പാമ്പിനെ പിടിക്കാനായിട്ട് ഒരുത്തം വന്നിരുന്നു. അവന്റെ നമ്പർ എന്തെങ്കിലും ഉണ്ട്, ഞാൻ അവനെ വിളിക്കാം. വിളിക്ക്, വേഗം വിളിക്ക്. ഹലോ, ഞാൻ ആ KCB-യിൽ വർക്ക് ചെയ്യുന്ന ലൈൻമാനാണ്, കനകൻ. ഞങ്ങളുടെ വീട്ടിൽ ഒരു പാമ്പ് കയറിയായിരുന്നു. ഒന്ന് വരാൻ പറ്റുമോ? ആ വീട് പാങ്ങോട് മിലിറ്ററി ക്യാമ്പിന് എടുത്താ എടപ്പഴി കഴിഞ്ഞ് വരുമ്പോ ആ ഇട സൈഡാണ്. ആ നീല ഗേറ്റ്. ഒന്ന് വേഗം വരൂ. ഒരുമാതിരി വൃത്തിയായിട്ട് ഇടപാടായി പോയി. അല്ല, മണ്ണാറശാലയിൽ പോകാൻ അത് പോയാൽ അതല്ലേ ചെയ്യേണ്ടത്. അതെ, മണ്ണാറശാല പോവാം. ആദ്യം ആളൊന്ന് പാമ്പിനെ എടുക്കട്ടെ. ഇല്ലെങ്കിൽ ഇവിടെ ആള് കിടക്കണ്ടേ. കൊച്ചല്ലേ നിങ്ങളല്ലേ. അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അവിടെ പോയി നേർച്ച നേർന്ന് കഴിയുമ്പോഴേക്ക് അതൊക്കെ പോകില്ലേ. വെറുതെ ഇനി ആളിനെ വിളിച്ച് അവന് പൈസ കൊടുക്കണ്ടേ. ആയിക്കോട്ടെ, എന്നാലും സമാധാനത്തോടെ കിടക്കാലോ. അതിനെടുത്ത് പറഞ്ഞയച്ചിട്ട് നമുക്ക് മണ്ണാറശാല പോവാം. നമുക്ക് എല്ലാവരും കൂടെ പോവാം. അളികൂടെ പോവാം. അകത്ത് കയറണ്ട, അയാൾ വരട്ടെ, ഇവിടെ നിക്കാം. അപ്പുറത്ത് വരിക്കാം. ഞാൻ പറഞ്ഞു ഈ പെരയൊക്കെ അതൊന്നും പറയാൻ പറ്റില്ല. ഒറ്റ പെര അങ്ങോട്ട് കിടക്കോ? പിന്നെ ഇത് ഓടല്ലേ, ഉത്തരത്തിൽ കൂടെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊക്കെ കിടക്കാം. കനക അത് വാലാണോ? അല്ലല്ലല്ല, വാല്. ഇതിന്റെ വയറ് ഇത് ലൈറ്റിന്റെ ചുമ്മാ നിങ്ങള് അതൊന്നും പറഞ്ഞ് വിചാരിച്ചാൽ അതേ തോന്നും. അതല്ല, അതകത്ത് വല്ല പോയിട്ടുണ്ടാവും. അല്ലെ കഴിഞ്ഞ അപ്പുറത്ത് പോയി കാണും. ഒന്ന് വന്ന് നോക്കിക്കേ. നിങ്ങൾ പോയി നോക്ക്. ഇങ്ങോട്ട് വരാൻ ഒന്ന് നോക്കാൻ. എടി, ഇപ്പൊ ഞാൻ വന്ന് നോക്കേണ്ട പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എല്ലാരും കൂടെ വരുമ്പോ അത് പേടിച്ചു. അവിടെ ഇരുന്നോ, ചന്തിക്ക് വന്ന് കുത്താതെ നോക്കിക്കോ. എനിക്ക് തോന്നുന്നുണ്ടല്ലോ കനക, എടാ അവൻ പോണോണ്ടോ കൊത്തുകൊള്ളാൻ വേണ്ടി. ഇവിടെ ഒരു ഉണക്ക വടിയും കൊണ്ട് പോയേക്കവൻ. ഞാൻ സൈഡിൽ കൂടെ അധികം ഇറങ്ങി പോയിട്ട് നോക്ക്. എനിക്ക് തോന്നുന്നു അവിടെ ഇത് കൂട്ടിയിട്ടിട്ടില്ലേ. നമ്മള് പോകുമ്പോ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് പോകണം. അപ്പൊ അത് താഴെ ഇറങ്ങി പോയിക്കോളൂ കേട്ടോ. ഇല്ലെങ്കിലേ സാറേ, അവര് മണ്ണാറശാലയിലും പോയില്ല, പാറശാലയിലും പോയില്ല. പദ്ധതി ചീറ്റി, എല്ലാം പൊളിഞ്ഞ്. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓ, പൊളിഞ്ഞിടേ പൊളിഞ്ഞു. ഒന്നാമത്തെ കൊറേ പഴയ സാധനങ്ങൾ അവിടെ ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. അതാ ഈ പാമ്പ് അധികം എങ്ങനെ എഴഞ്ഞു വന്നിട്ട് ഇവിടെ എത്തിയിട്ട് അവിടെ വന്നിട്ടേ ലിഫ്റ്റ് ഓപ്പൺ ചെയ്ത് അതിൽ കയറി 13ാമത്തെ നിലയിൽ ഇറങ്ങി. അല്ല, ഞാൻ ചോദിക്കട്ടെ, എന്താടാ പഴയ കയറ് ആയ പൊട്ടി കിടന്നത് പഴയ ആയ. ഒന്നാ നീ ഇങ്ങനെ പിന്നാലെ നടക്കല്ലേ മോളെ. അവിടെ എവിടെയും പോയില്ല. പേടിപ്പിക്കില്ല മക്കളെ. അമ്മാവോ, ഇവിടെ വന്നിട്ട് നേരെ ഈ ജനലിലൂടെ അതിനകത്തോട്ട് കയറിയെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? എന്ത് ചെയ്യും അമ്മാവ്? എന്ത് ചെയ്യും? കേറിയെങ്കിൽ നമുക്ക് ഈ ജനലും വാതിലും അടച്ചിട്ട് നിൽക്കാലോ, അവര് മരുന്നവരെ. ഓ, അതിനായിരുന്നു ഞാൻ വിചാരിച്ചില്ല ഇപ്പൊ മല മറിച്ച് കളയും. ശരിക്കിത് മൂർഖനാണ്, അണലിയാണ്, എന്താ പാമ്പ്? അതറിയാന്നുള്ള ആളിനെ വിളിച്ചിട്ടുണ്ടല്ലോ അവൻ. അയാൾ വന്നിട്ട് അല്ല, എന്റെ ജോലി അതല്ല. ആള് വരും.
പാമ്പുടുത്തക്കാരനാ ബാങ്ക് മാനേജരാ? അല്ലെങ്കിൽ ഇത് അർജുൻ ടെക്നോ പാർക്കിലെ ജോലി. ഇതുപോലെ ഒരു അത്യാവശ്യം പറഞ്ഞാൽ ഓടി വരും. ഇത് തന്നെ. ഇവിടെ പാമ്പിനെ കണ്ടെന്ന് ആ, അതെ അതെ അതെ. ഇതാരാ ആരാ കണ്ടത്? അത് ആദ്യം കണ്ടത് ആദ്യല്ല. ബാലെ പറഞ്ഞൂടെ എന്തായിരുന്നു പാമ്പ്? നീ ഏത് പാമ്പിനെ കണ്ടെന്ന് പറയാ. ഞാൻ പാമ്പിനെ കണ്ടത് അണലിയാണോ മൂർഖനാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു പാമ്പിനെ കണ്ടതില്ല. ഏത് വഴിയാ കണ്ടത്? എടാ ഞാൻ ഇതിലെ എങ്ങനെ കയറി പോണത് കണ്ടു. ഏത് വഴി? അവിടെ നിന്ന് ഇങ്ങനെ വന്നത്. ഇവിടെ വരയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ ഇതിന്റെ ഇടയിൽ കൂടെ അങ്ങ് പോയി എന്നാ പറയുന്നത്. ഇതുവഴിയാണോ? ആ, ഇതുവഴി പോയെന്ന് പറഞ്ഞു. ആ ചേട്ടോ, മുന്തി ഏനോ എഴഞ്ഞു പോയിക്കുന്നേ. കുന്തം അല്ല, മുന്തി ഏനോ ഇതുവഴി എഴഞ്ഞു പോയിക്കുന്നതേ. വിഷമുള്ളതാണ്. പിന്നെ മുന്തി ഏനോ അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇത് എഴയത്തില്ല. ആ, ഇതുപോലെ എഴയത്തില്ല. വലിയ എത്ര നീളം എത്ര നീളം വരും? ഞാൻ അപ്പോഴും എൻ്റെ കയ്യിൽ ടേപ്പ് ഇല്ലായിരുന്നു, അതുകൊണ്ട് അളക്കാൻ പറ്റിയില്ല. ഇപ്പൊ ഇത് ഏത് വഴിയാ? പിന്നെ അല്ലാതെ പിന്നെ എന്താ ഒരു പാമ്പ് ഒരുത്തം മരണപ്രാളത്തിൽ ഓടുമ്പോ പിന്നെ പാമ്പിന്റെ നീളം ഉണ്ടോ നോക്കാൻ പറ്റുമോ? അത്യാവശ്യം വലിയ വലിപ്പമുള്ള പാമ്പായിരുന്നു. ആണോ? ഏത് വഴിയാ പോയത്? ഏത് വഴി? ഇതുവഴി എന്നാണോ പറഞ്ഞത്? ഇതുവഴി. ചേട്ടാ, ഇപ്പൊ ഈ കയറിപ്പോയ പാമ്പ് വെള്ള നിറമാണോ അതോ കറുത്ത നിറമാണോ? കറുപ്പുമല്ല വെളുപ്പമല്ല, കണ്ടിട്ട് ഒരു നേപ്പാളി ലുക്കായിരുന്നു. പാമ്പിനെ ഞാൻ സൗന്ദര്യമൊക്കെ നോക്കി അതിന്റെ ഞാനൊരു ഫോട്ടോ കൂടെ എടുക്കണമെന്ന് വിചാരിച്ചാണ്, പറ്റിയില്ല. എടാ ഈ ഇതേ അകത്തെ റൂമിലോട്ട് കയറി പോകാൻ ചാൻസ് ഉണ്ട്. ആ, ഞാൻ ഒന്ന് അകത്തോട്ടൊന്ന് ക്ലിയർ ആയിട്ട് നോക്കിയിട്ട്. നമ്മളകത്ത് കയറണ്ടല്ലോ അല്ലേ? വേണ്ട 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 വേണ്ട. പോവാമ്മ, പാമ്പാ എന്ന് വിളിക്കുമ്പോ മണം വരില്ല. അതെ, നിങ്ങൾ വാ അടച്ചു വെച്ചാൽ മതി. വെളിയിലേക്ക് വരണമെങ്കിലേ ആ പുറകുവശത്ത് ഒരു മുറിയുണ്ടേ. വന്ന ഒരു കമ്പ്യൂട്ടർ വെച്ചാ വന്ന വെളി ഒറ്റടി വീട്ടിലുള്ളവരും പണ്ടുള്ളവരും മരിച്ചൊന്നും പോരെ, കൊല്ലാനും നിക്കണ്ട. അവര് കൊണ്ടേക്കോട്ടെ, നമുക്ക് തെറ്റൊക്കെ പുറത്തിട്ട് അമ്പലത്തിൽ പോവാ. വേദന അമ്പലത്തിൽ പോവാ. കൊല്ലാൻ നിക്കണവൻ. ചേട്ടോ, അകത്തൊന്നുമില്ല. ഇവിടെ അകത്തൊന്നുമില്ല. ഇല്ല ഇല്ല ഇല്ല. ഇനിയിപ്പോഴേ നമുക്ക് ആ സൈഡിലും കൂടെ ഒന്ന് നോക്കാം. ആ വീട്ടിലാ? അവിടെ കൂടെ നോക്കാം. ഒരു വീട് തന്നെയാണ്. അതിന് കാരണം ഈ ഹലോ, ഞാൻ പാമ്പിനെ കണ്ടത് ഇവിടെയാണ്, ഈ വീട്ടുകാരനാണ്. അത് എന്റെ വീടാണ്, അവിടെ പാമ്പ് കയറിയിട്ടില്ല. എടാ, ഈ പാമ്പെന്ന് പറയുന്നത് ഇതിന്റെ ഓടിന്റെ വാരി കൂടെ ഒക്കെ അപ്പുറത്ത് പോയി. മൂർഖൻ പാമ്പിന്റെ ഒക്കെ സ്വഭാവം അതാ. നമുക്ക് നോക്കണ്ടേത്. നോക്കാം. അപ്പൊ ഞാൻ ഒന്ന് ക്ലിയർ ചെയ്ത് നോക്കാം. വേണ്ട, ഈ മണക്ക് ചെറുക്കനാണോ പാമ്പിനെ പിടിക്കാൻ വന്നത്? എന്താ കുഴപ്പം? പാമ്പിനെ ഇവിടുത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ഒരു റൂളൊക്കെ ഉണ്ടോ? അപ്പൊ എങ്ങനെ പാമ്പിനെ പിടിച്ചിട്ട് വരില്ല? ഞാൻ പിടിച്ചാലേ തന്നെ. എന്ത് ഉണ്ടെങ്കിൽ അവൻ പിടിക്കട്ടെ, കാണിച്ചു തന്നാ മതി. നീ കണ്ടല്ലേ? എടേ അവൻ പിടിച്ചു, നീ വിളിച്ചാൽ കാണാതെ പിന്നെ ഞാൻ തമാശ പറയണത്. പാമ്പ് ഇതിലല്ലേ കയറിക്കണ്ടേ? അവന് അവിടെ പോയി ജോലിയുള്ള പയ്യനാണ്, അവൻ ജോലി സ്ഥലത്ത് വിളിച്ചു വരുത്തിയാണ്. വെറുതെ നമ്മള് ചീത്തപ്പേരുണ്ടാക്കരുത്. നോക്കണ്ട, അവൻ വന്നിട്ട് എല്ലായിടത്തും നോക്കി പോയിക്കോട്ടെ. ഇവിടെ പാമ്പ് കയറി ചുമ്മാ പറയാൻ എനിക്കൊന്ന് വട്ടം. അവിടെ ഇരിക്കാൻ പറ്റേ? ഇവിടെ ഇല്ലാന്ന് പറഞ്ഞില്ലേ? പുള്ളിനെ കണ്ണിപ്പെടാതെ ഇങ്ങോട്ടൊക്കെ കയറി വന്നാൽ ചെയ്യും. നിങ്ങളെ സമാധാനം. ആ ചെറുക്കന് പേടിയാന്ന് തോന്നുന്നു. അവൻ അതിനകത്ത് അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഇറങ്ങി വന്നു. പിന്നെ പേടിയില്ല, തളിയെ കയറി നോക്ക്. ഇനിയിപ്പോ അവിടെ ഇല്ലാന്ന് പറഞ്ഞിട്ടൊക്കെ പോകും, സംഭവം തീരുമല്ലോ. അപ്പൊ കിട്ടി 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 കിട്ടിയാ? കിട്ടി കിട്ടി. അയ്യോ, കേട്ടോ, ഇത് എവിടെ ഇരുന്ന്? അപ്പുറത്തെ കിടക്കയിൽ അടി കിട്ടിയതാ. ഇതെങ്ങാനും കടിച്ചിരുന്നെങ്കിൽ മാക്സിമം 1/2 മണിക്കൂർ. എടാ, ക്ലീറ്റോടെ ബെഡിലാ കിട്ടിയത്. Alien versus Alien.